ഗൾഫിലെ റമദാൻ എക്കാലത്തും വേറിട്ടൊരു അനുഭവമാണ്. പുണ്യമാസം എത്തുന്നതോടെ പ്രവാസത്തിന്റെ ജീവിത താളം തന്നെ മാറും. റമദാനും നോമ്പും ഇവിടെ ഇസ്ലാം മത വിശ്വാസികളുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ്. റമദാൻ എത്തുന്നതോടെ ഗൾഫിൽ എല്ലാം മാറും. ജോലി സമയം മാറും, സ്കൂൾ സമയം മാറും. എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയങ്ങളിൽ വരെ ആ മാറ്റം പ്രകടമാകും. ഇവിടെ എല്ലാവരും നോമ്പുകാരാണെന്ന വിധമായിരിക്കും നിയമങ്ങൾ. നാട്ടിലുള്ളപ്പോൾ റമദാൻ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വല്ലവരും കറുപ്പ നമ്മുടെ അബായിട്ട് വരുമ്പോഴാണ് റമദാൻ ഫീൽ വരാറുള്ളൂ. പക്ഷെ ഇവിടെ സ്ഥിതി വേറെയാണ്. റമദാന് വേണ്ടി കാത്തിരിക്കും, ഇഫ്താറിന് വേണ്ടി കാത്തിരിക്കും, പിന്നെ ഇഫ്താറിൻ്റെ വിഭവങ്ങൾ അതെല്ലാം വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഫാമിലി ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് റമദാൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് വാങ്ങാൻ കാത്തിരിക്കാറുണ്ട്. അത് UAE മേക്സ് ഇറ്റ് വെരി വെരി സ്പെഷ്യൽ. എല്ലാവർക്കും നോമ്പു തുറക്കാൻ ഇഫ്താർ വിഭവങ്ങൾ എത്തും. പള്ളികളിൽ മുതൽ വഴിയോരങ്ങളിൽ വരെ നോമ്പുതുറ വിഭവങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ടാകും. ജാതിയോ മതമോ ആരും ചോദിക്കില്ല. ഇഫ്താർ പാർട്ടികൾ കുടുംബ സംഗമങ്ങളായി മാറും. പാതിര വരെ നീളുന്ന സുഹൂർ സംഗമങ്ങൾ പ്രവാസ ലോകത്തെ നോമ്പിന്റെ പ്രത്യേകതയാണ്. നാട്ടിലെ റമദാൻ കാലവും ഇവിടുത്തെ വളരെ കളർഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഫാമിലിയും മറ്റുള്ള എല്ലാവരും കൂടെ ഒത്തൊരുമിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ അത് ആരും മിസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത്തവണ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായതുകൊണ്ട് ഒത്തൊരുമ വളരെ കൂടുതലാണ്. ആൾക്കാരുടെ കൂടിവരവും വളരെ കൂടുതലാണ് ഇത്തവണ. ഗൾഫിലെ റമദാന് കളറും പൊലിമയും ഒക്കെ ഏറെയാണെങ്കിലും പ്രവാസികളിൽ പലർക്കും നാടും വീടും ഓർമ്മയിലെത്തും. നാട്ടിലെ നോമ്പുകാലവും ഇപ്പോൾ നമ്മൾ നാട്ടിലാവുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് അത് ആഘോഷിച്ചിട്ടൊക്കെയാണ് ഫുഡൊക്കെ നമ്മൾ അത് കാത്തിരുന്നിട്ടൊക്കെ ചെയ്യല്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ടൈമിന് ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഹോട്ടലാണ് മെയിനായിട്ട് എല്ലാവരും പോയി കഴിക്കുന്നത്, നോമ്പ് തുറക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നോമ്പ് നമ്മൾ സുഹൂറിന് എണീച്ച് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഈവൻ ലേഡീസിനെ ആണെങ്കിലും ഈവൻ ബോയ്സിനാണെങ്കിലും പാരൻസാണ് എണീപ്പിക്കുന്നതൊക്കെ. ഈ ഒരു നാട്ടിലത്തെ റമദാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വ്രതമനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും നോമ്പുകാലത്ത് പാലിക്കേണ്ട മര്യാദകൾ ഇവിടെ എല്ലാവർക്കും അറിയാം. തമ്മിൽ കണ്ടുമുട്ടുന്നവർ ദേശഭാഷാ വിശ്വാസ വ്യത്യാസങ്ങളില്ലാതെ പരസ്പരം ആശംസിക്കും. റമദാൻ കരീം, ഉദാരതയുടെ പുണ്യനാളുകൾ. യാസിർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.